ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ബാല ആക്ടറിൻ്റെയും എലിസബത്ത് അവരുടെ വൈഫാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം വൈഫാണ് ആയിരുന്നു, മീൻസ് ലീഗലി അല്ല. അപ്പോൾ എന്തായാലും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചെന്ന് വെച്ചാൽ ആ ടോപ്പിക്കല്ല, സോ അതിൻ്റെ ഒരു ചെറിയ അറ്റത്തേക്ക് കൂടി അങ്ങ് പോകട്ടോ. സോ എനിക്കൊരു ഇഷ്ടപ്പെട്ട ആക്ടറായിരുന്നു ബാല. കളഭം ഫിലിമിലൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അമൃത സുരേഷിൻ്റെ കാര്യം വന്നപ്പോഴും എല്ലാവരും ബാലേനെയാണ് സപ്പോർട്ട് ചെയ്തത്. അത് ഞാനും അതിലുണ്ടായിരുന്നു. ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷേ പിന്നീടാണ് ഇപ്പോഴാണ് മനസ്സിലായത് 2025 എല്ലാ സത്യങ്ങളും ഇങ്ങനെ പുറത്തു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എലിസബത്ത് ഡോക്ടറിൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാനിവിടെ പറയുന്നില്ല. ഇവിടെ ഞാൻ മെയിനായിട്ട് റിയാക്ഷൻ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ കമൻറ്റ് ബോക്സാണ്. നമ്മുടെ ആക്ടർ ബാലേൻ്റെ കമൻറ്റ് ബോക്സ് സത്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു വ്യക്തി വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റ്സാണ് ഞാൻ ഇവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും അവർ ഹെഡ്സ് ആർ ഹൈ. കാരണം സത്യൻ ഞങ്ങളോടൊപ്പമുണ്ട്. നവംബർ മാസം തൊട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇന്നലെയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർക്കണം, എന്നിട്ട് മനസ്സിലാക്കും. ഈ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരാളല്ല ചെയ്യുന്നത്, ഒരു 4-5 പേരാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് വെൽ പ്ലാൻഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു. ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം. എൻ്റെ സ്വത്ത് കണക്ക് വന്നു 250 crores അനൗൺസ്മെന്റ് തമിഴ്നാട്ടിൽ ആൾറെഡി ന്യൂസ് വന്നിട്ടുണ്ട്. കങ്കുവ പടം എന്റെ ചേട്ടൻ November 14 റിലീസാകും. அப்ப வர நியூஸ்ல என்ன, கங்குவா படத்தின் இயக்குனர் சிறுத்தை சிவா இவருடைய சொத்து மதிப்பு அவரை விட அவருடைய தம்பி பாலா 250 கோடி. இனியும் எத்தனை சொத்து உண்டு தெரியும். இந்த ന്യൂസ് എപ്പോൾ പുറത്തു വന്നോ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് മനസ്സമാധാനമില്ല. ഈ പ്രശ്നങ്ങളെ കുറിച്ച് വീഡിയോയിൽ തൽക്കാലം വരേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ചില സമയം നമ്മൾ ശബ്ദമില്ലാണ്ടിരിക്കുമ്പോൾ ഈ കള്ളത്തനങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ്. എൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ്. ഇപ്പോൾ ചെറിയ കാര്യം പറയാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസിന് വേണ്ടി പറയാൻ, നിങ്ങളുടെ ബാല, ഞാൻ ഇത്രയും വർഷം നിങ്ങളെ പരിചയമുണ്ട്. റേപ്പിസ്റ്റ്, പെണ്ണെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു, ഫോർജറി ചെയ്തു, തട്ടിപ്പ് കേസ്. അതേപോലെ ഗ്രൂപ്പ് സെക്സ്, അത് വീട്ടിലല്ല, ചെന്നൈയിലെ വീട്ടിലെ വേലക്കാരവരെല്ലാവരെയും വെച്ചിട്ട് സെക്സ് വെച്ചാണ്. സൂപ്പർ. ഡൊമസ്റ്റിക് വയലൻസ്, அந்த ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം എനിക്ക് എവിഡൻസ് ഉണ്ട്. പോലീസോടെ എവിഡൻസ് ഉണ്ട്, കാണിക്കാം. ചാരിറ്റി ബൈ ഫ്രോഡുലൻസ്, വെരി നൈസ്. ഒരു 21 കോക്കില 21 കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ മാസം ഒരു പെൺകുട്ടിക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്തു വെച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ്. പറഞ്ഞിട്ട് കാര്യമില്ല. യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പറയും, കണ്ടോ കണ്ടോ, ഹാർട്ടിൽ ആദ്യം ഹോളിട്ടു പിന്നെ അടച്ചു, അവൻ ഫ്രോഡാണെന്ന് പറയും. വെരി നൈസ്. എന്നാണ് ബില്ല് തരാം, പകുതി കാശ് നിങ്ങൾ അടയ്ക്ക്. ദിസ് ഈസ് എ പ്ലാൻഡ് മാസീവ് അറ്റാക്ക്. ഞാൻ പോലും ഇന്നേ വരെ എഴുതി വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? കാരണം നിയമം പാലിക്കണം. ഈ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരാളല്ല ചെയ്യുന്നത്, ഒരു 4-5 പേരാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കമൻറ്റ് ബോക്സിലേക്ക് കിടക്കാം ഗൈസ്. ഫോറ് കെട്ടിയവൻ ഞെട്ടുന്ന പ്രശ്നം പറയാം. ബാല എന്താ പേടിയാണോ? അതാ കോടതി ഉത്തരവ് പ്രകാരം ഇപ്പോൾ ഒന്നും പറയാൻ പാടില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഉടായിപ്പ് സെറ്റ്. ഈ ഉത്തരവൊക്കെ കറക്റ്റ് പാലിക്കുന്ന ഒരാളാണോ ആൾ? ഇന്നലെ വരെ ഞാൻ എലിസബത്താണ് ശരിയെന്ന് കരുതി.
ഇന്നത് എനിക്കുറപ്പായി. അവർ തന്നെയാണ് ശരി. പാവം ചേച്ചി. എനിക്കും അതിനെ പറയാനുള്ള, പാവം ചേച്ചി. കാരണം ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം പലരും സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നുണ്ട്. കാരണം പക്ഷേ ഇത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു. പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളവർ ആ ചേച്ചീനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. സോ കേരളത്തിലുള്ളവർ പുറത്തുള്ള ആൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷേ എന്താ വെച്ചാൽ സത്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ സത്യം ഇല്ല എന്ന് നമുക്ക് എന്തായാലും പൂർണ്ണ ബോധ്യമായി കഴിഞ്ഞു. സോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കേരളത്തിലാണ് സത്യമുള്ളത്. സോ ആ ആളെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിലൊക്കെ പകുതിയും പോസിറ്റീവായിട്ട് എലിസബത്ത് ചേച്ചിക്ക് പോസിറ്റീവായിട്ടാണ് ഉള്ളത്. ബട്ട് ബാലയ്ക്ക് പോസിറ്റീവായിട്ടും ഉണ്ട്. ഓക്കെ. അങ്ങോട്ടും മാറി മാറി സപ്പോർട്ട് അടിക്കുക. അവരുടെ ഫാമിലി ലൈഫ് മൊത്തം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം പറയുന്നുണ്ട്. മുന്നേ FB ആയിരുന്നു, ഇപ്പോൾ താൻ ഇൻസ്റ്റയും. ഒന്ന് ചോദിച്ചോട്ടെ, താൻ എന്താ മലയാളികളെ പറ്റി വിചാരിച്ചു വച്ചിരിക്കുന്നത്? വെയിറ്റ്, മലയാളം കമൻറ്റ് വായിക്കാൻ അറിയില്ലല്ലോ. വാട്ട് ദ ഹെൽ ഡു യു തിങ്ക് അബൌട്ട് മലയാളീസ്? ദോസ് വുമൺ ആർ കേരളാസ് ഡോട്ടേഴ്സ്. നോ ഓഫ് ദ മലയാളീസ് വിൽ സപ്പോർട്ട് യു ഫ്രം നൗ ഓൺ. ഗെറ്റ് ലോസ്റ്റ്. യാ, ദാറ്റ്സ് ഇറ്റ്. അതാണ് കറക്റ്റ്. ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം കേരളത്തിലെ കുട്ടിയാണ് എലിസബത്ത് എന്ന് പറഞ്ഞ ഡോക്ടർ. സോ നമ്മളെല്ലാവരും എലിസബത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇത്രയും കാലം ഇല്ലാത്ത എലി മുന്നോട്ട് വന്നത് ഓരോ ആളുകളുടെ കുത്തിത്തിരിപ്പാടുന്ന വിവരമുള്ളവർ. അതേതവൻ ആമയ, അത് ഏത് മൊയന്ത് എവിടെ നിന്ന് വന്നോ ആവും. എലി പോലും ഡോക്ടറെ വിശേഷിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. മാമന് മെഡിസിൻ മാറ്റിക്കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അല്ലേ സത്യമാണ്. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ഈ സിറ്റുവേഷൻ പലർക്കും സംഭവിക്കുന്നതാണ്. കാരണം ഒരാളുടെ സ്നേഹം കൊണ്ട് അവർ മിണ്ടാതിരിക്കും. എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്ന പറഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ മിണ്ടാതിരിക്കും. പിന്നെയും അവരുടെ കൺട്രോൾ നിൽക്കാണ്ടാകുമ്പോഴാണ് അവരെല്ലാം തുറന്നു പറയുന്നത്. ഓക്കെ. ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിക്കാണിത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഡോക്ടറെ. അതേ എനിക്ക് പറയാനുള്ളൂ. ഹിസ് റോൾ ഇൻ പുതിയ മുഖം സീരിയസ്ലി. സത്യം. ബാല, യു ഓൺലി മീ ദ മീഡിയ. ഓ ഗോഡ്. ഇപ്പോൾ എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നത്? നെവർ മൈൻഡ്. ഓക്കെ, ബ്ലസ് യു ബോത്ത്. കേരളത്തിൽ നിന്നും ഇറങ്ങിപ്പോണം. ശരിക്കും നമ്മുടെ കേരളത്തിൽ എന്തിനാ അവരെ നിൽക്കേണ്ട ആവശ്യം? അവർക്ക് അവരുടെ നാട്ടിൽ പോയപ്പോരെ. ഹാപ്പി ആയിരിക്കും ബാല. ഈ സബറാക്രമണം ഒരു കൊട്ടേഷനാണെന്ന് എനിക്ക് നേരത്തെ തോന്നും. പിന്നെ നീ ആരെ ചെയ്യുമോ ഓരോന്നിറങ്ങിക്കോളും. സ്വന്തം കേരളത്തിലെ ആളുകളെ സപ്പോർട്ട് ചെയ്യാണ്ടാണ് പുറമെ നാടുകളിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇവരൊക്കെ ഇവരിങ്ങനെയാണെങ്കിൽ നാളെ ബാലയും തള്ളിപ്പറയില്ല എന്ന് എന്താ ഉറപ്പ്? അവർ കേരളം തന്നെ ഇഷ്ടമല്ലേ? കേരളത്തിലുള്ളവർ റെസിസ്റ്റാണ് എന്ന് പറയുന്നത്. പ്ലീസ് സേ ഓപ്പൺലി. ബാല കോക്കില്ല, നെക്സ്റ്റ് ലെവൽ ആക്ട്. ദാറ്റ്സ് റൈറ്റ്. ഉനക്ക് മാമപ്പൊണ്ണ് ലിവർ തന്നില്ലേ? ഓ മൈ ഗോഡ്. എൻ്റെ ദൈവം. ശരിക്കും കമൻറ്റ് ബോക്സ് ആകുമ്പോൾ ചിരിച്ച് ചത്തോട്ടോ. ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതാണ്. യു ഗുഡ് കപ്പിൾ ബാല സർ. ബാല കോകല. ബാല സർ സപ്പോർട്ട്. നിങ്ങൾ സന്തോഷമായി ജീവിക്കുക ഡിയേഴ്സ്. പിന്നെ ആശംസിച്ച് നടക്കാണ്. ഓ മൈ ഗോഡ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇതൊന്നും. സത്യം പറയാം. ആരും ഈ വീഡിയോ ഉറങ്ങുന്നതിന് മുമ്പേ കാണരുത്. സൊസൈറ്റിക്ക് മുന്നിൽ നാണക്കിടുമ്പോൾ സത്യങ്ങൾ സൊസൈറ്റിക്ക് മുന്നിൽ കൊണ്ടുവരണം. ലീനു ജോസഫ്. യെസ്, അതന്നെ എല്ലാവർക്കും അറിയണ്ട. ആരുടെ ഭാഗത്തും ശരിയെന്ന് എല്ലാവർക്കും അറിയണം. പക്ഷേ ആരുടെ ഭാഗത്തും ശരിയെന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സാറിന് ഇതും അമൃത കൊച്ചിൻ്റെ നിന്നതാണോ? അതെന്തോ
എനിക്ക് മനസ്സിലായില്ല. സത്യമായിട്ട് നിങ്ങൾ പോയി നോക്കി ചിരിച്ചു മരിക്കും. ആക്ടർ ബാല എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. ഇത് ഫുൾ ഹോം ഡ്രാമ. അതിൻ്റെ അതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് വെൽ പ്ലാൻഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു. ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം. ബാല എന്നെ റേപ്പ് ചെയ്തു. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം. എൻ്റെ ദൈവമേ. ഓക്കെ, ബാല എന്നെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടെന്നല്ലേ പറഞ്ഞല്ലോ, ഒതുക്കി തീർത്തൂടെ? നിങ്ങൾ ഭയങ്കര ഒത്തിരി ആസ്തിയുടെ ആളാണെന്നല്ല പറയുന്ന കേട്ടോ. ഇതിനെക്കുറിച്ച് എനിക്ക് അധികം സംസാരിക്കൊന്നുമില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം പലരും സപ്പോർട്ടുണ്ട്. എലിസബത്ത് എന്ന ചേച്ചിക്ക് സപ്പോർട്ടുണ്ട്. പക്ഷേ നിയമപരമായിട്ട് ഒരു സപ്പോർട്ടും ഇല്ല, വാക്കാലുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എന്തായാലും ജനങ്ങൾ മാത്രമേ ആ ചേച്ചിക്ക് കൂടെയുള്ളൂ. അപ്പം നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്നല്ലാണ്ട് എല്ലാവരും സപ്പോർട്ട് ഒക്കെ മാക്സിമം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവരും അറിയട്ടെ എന്താണെന്ന്. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല, ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അതെന്തെങ്കിലും ആവട്ടെ, അതൊന്നുമല്ല. എനിക്കിപ്പോൾ വേറൊരു കോമഡിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ കോമഡിയാണ് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. ഞാൻ എഞ്ചിനീയറാണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ നമ്പർ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറയുന്നത്. എനിക്ക് നമ്മൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എനിക്കിനി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ബാല എന്തുവേണമെന്ന് ചെയ്യാം, നിങ്ങളും ചെയ്യാം. നിങ്ങളുടെ അക്കാഡമി വോൾഡറാണ്, നിങ്ങളുടെ ഫാമിലി അക്കാഡമി വോൾഡറാണ്, എൻ്റെ ഫാമിലി അക്കാഡമി വോൾഡറാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കല്യാണം തയ്യാറാണ്. നിങ്ങളൊരു ഡോക്ടറാണ്. ഇയാൾക്ക് വന്ന് ഒരു ഉളുപ്പില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നിത്യാമേനോൻ, പിന്നെ അങ്ങനെ ഓരോരാളെൻ്റെ ദൈവമേ, ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാനാ? ഇതിനൊക്കെ നല്ല ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒരാൾ മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ, സോ ആ ഒരു വ്യക്തി ഞാൻ ഇപ്പം നാളെയോ മീൻസ് എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടാൽ ഇങ്ങനെ സത്യങ്ങൾ അറിയാണ്ട് പോയില്ലെന്ന് വെച്ചിട്ട് സത്യങ്ങൾ പറയാണ് പല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരില്ല ഈ സമയത്ത്. കാരണം ഒരു പെണ്ണിൻ്റെ മനസ്സ് പെണ്ണിനെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും. ഓക്കെ, എന്നിട്ടും അതൊക്കെ സഹിച്ച് പിടിച്ച് വാ തുറന്ന് സത്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയും ഡൗൺ ആയിട്ടാണ്. ആ സമയത്താണോ ഇയാളൊക്കെ വന്നിട്ട് കല്യാണമൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്? ഇയാൾ ചോദിക്കാനും ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? എനിക്കിതുണ്ട്, എനിക്കതുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇയാൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇതിനൊന്നും ശരിക്കും മറുപടി പറയാൻ തോന്നില്ല. എന്തുവാ ഇത്? ഞാൻ കുറച്ച് നേരത്തെ എനിക്കിത് കിട്ടിയത് ത്രെഡിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി. ഞാൻ വിചാരിച്ചു എലിസബത്തിന് സപ്പോർട്ടായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവാം. അതൊന്നല്ല. അപ്പോഴും അവസരം കിട്ടുമ്പോൾ മനസ്സിലായി, പുര കത്തുമ്പോൾ വാഴ വിട്ടോ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലൈൻ വലിക്കുകയാണ് അണ്ണൻ. ആറാട്ടൻ വെറുതെ ഇയാക്കി പേര് കിട്ടിയത്. അയ്യോ, എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം ചിരിയും വരുന്നത്, അതേപോലെ തന്നെ ആ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പം ടെൻഷനും ഉണ്ട്. ഇയാളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നത്. എന്തുവാ ഇത്? ഇയാൾക്ക് തലക്ക് വല്ല അസുഖമുണ്ടോ? എനിക്കറിയില്ല. ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് ഇയാളെ ഒന്ന് പ്രാന്താശുപത്രിയിലേക്കൊന്ന് എത്തിക്കുമോ? ഇയാൾക്ക് കല്യാണം കഴിക്കണമെന്ന് വിചാരം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാമോ? ശരിക്കും ആ നിത്യാമേനോനൊക്കെ ഇൻ്റർവ്യൂവിലൊന്ന് പറഞ്ഞത് കേട്ടായിരുന്നോ?
എത്രയോ നമ്പേഴ്സ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. കാരണം ഇയാൾ തന്നെ പല പല നമ്പേഴ്സിൽ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് എത്ര ഇഷ്ടം പോലെ നമ്പർ ബ്ലോക്ക് ആക്കിയിട്ട് അത്രയും ശല്യമായിട്ടുണ്ട്. ശരിക്കും വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്താണ് ഇപ്പം എൻ്റെ ചേട്ടനൊക്കെ ആണെങ്കിൽ നല്ല 4 എണ്ണം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം നിത്യാമേനൻ അവരുടെ ഫാമിലിയും കുഴപ്പമില്ലാന്ന് വെച്ച് ഇത് പോട്ടേന്ന് വെച്ച് നിന്നിട്ടും ഇയാൾക്കൊരു ഇതുമില്ല. ഇയാൾ എന്നിട്ട് കുറേ ആൾ ആരൊക്കെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നല്ലോ. ഇപ്പം എലിസബത്തിനെ വേണം, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പൊന്ന് ചേട്ടാ ഒന്ന് നിർത്ത്. സീൻ കോൺട്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മീൻസ് നമ്മുടെ ബാലചേട്ടൻ വന്ന് പറഞ്ഞോ എലിസബത്തിനെ ഒന്ന് കല്യാണം കഴിക്കും, അവൾക്കൊരു ജീവിതം കൊടുക്കുന്ന പറഞ്ഞായിരുന്നു. അല്ല, എനിക്ക് ഡൗട്ടുണ്ട്. ഗൈസ്, ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി കണ്ടപ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് റിയാക്ഷനൊക്കെ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. സോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാം. പിന്നെ ഈ വീഡിയോസ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം കുറേ വീഡിയോസിലൊക്കെ കണ്ടു ആ ചെയ്യുന്ന വീഡിയോസിലെ അവരെയൊക്കെ ബാല നോട്ടിട്ട് വെച്ചിട്ടുണ്ടെന്ന്. ഇനി എന്നെയും നോട്ടിട്ട് വെക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് റിയാക്ട് ചെയ്യണം തോന്നി. കാരണം ആസ് എ പേഴ്സണലി ഞാനൊരു വുമണാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് ഭയങ്കരം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരാളെ സ്നേഹിച്ച് ആ വ്യക്തി കാരണം എനിക്ക് പലതും സഹിക്കേണ്ടി വന്നു. ഞാൻ ആരോടും പറയാതെ നിന്ന സിറ്റുവേഷൻസ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാനാണ് തെറ്റ് ചെയ്യുന്നത്. കാരണം അയാളുടെ സ്നേഹം കൊണ്ട് എനിക്ക് എൻ്റെ അടുത്തുള്ളവരെ പോലും കാണാൻ പറ്റാണ്ടായി. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം പോലും നശിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് പല ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടി എക്സ്ട്രീമാണ് എലിസബത്ത് ചേച്ചീൻ്റെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എന്തായാലും അവർക്ക് അവരുടെ അമ്മയും അച്ഛനൊക്കെ സപ്പോർട്ടുണ്ട്. എന്നാലും എത്ര സപ്പോർട്ട് വന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് പ്ലീസ് ആരെങ്കിലും ഒന്ന് ഇതിന് ഒരു പരിഹാരം കാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇനിയും കാണാം. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇനി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് വെറൈറ്റി വീഡിയോസായിട്ട് എന്തായാലും വരും. അപ്പോൾ എന്തായാലും അത്രയും വരെ സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ.